പല സ്ത്രീകളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് മാറിടത്തിൻ്റെ വലിപ്പവും മാറിടം തൂങ്ങിയിരിക്കുന്നതും. അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ തൂങ്ങിയ മാറിടം നല്ലതുപോലെ ഷേപ്പ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ മാറിടം വലിപ്പം കൂടുന്നുണ്ടല്ലോ, അത് മാറ്റാനും ചില ആൾക്കാരുടെ ഹോർമോൺ ചേഞ്ചസ് മൂലമുണ്ടാകുന്ന മാറിടത്തിൻ്റെ വലിപ്പവും മാറിടം തൂങ്ങുന്നതൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു മാറിടത്തിൻ്റെ വലിപ്പത്തെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ കഴിയുന്നത്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മാറിടത്തിൻ്റെ വലിപ്പവും മാറിടം വലുതായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ. അത് കാരണം നമുക്കൊരു നല്ല പോലെ ഒരു ഡ്രസ്സ് ഇടാനോ നമുക്ക് ഒരു കംഫർട്ടബിളായിട്ടൊരു ഡ്രസ്സ് ഇടാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മാറിടത്തിൻ്റെ വലിപ്പവും ഒക്കെ കാരണം നമുക്ക് ഇറുങ്ങി ശ്വാസം മുട്ടിയിരിക്കേണ്ടതായിട്ടൊക്കെ വരും. ചിലർക്കാണെങ്കിൽ ശരീരത്തിന് വണ്ണമൊന്നുമില്ല, പക്ഷെ എന്നാൽ അവരുടെ മാറിട ഒക്കെ തൂങ്ങി വല്ലാതായിട്ടൊക്കെ ഇരിക്കും. അതൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ക്രീമുണ്ട്. കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാറിടത്തിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ക്രീം നമുക്ക് വലിയ വില കൊടുത്തൊന്നും മേടിക്കേണ്ട. അടുക്കളയിലുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾ ഉപയോഗിക്കും വെറും സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാറിടം ആ ഒരു വലിപ്പമൊക്കെ കുറച്ച് ആ ഒരു വലിപ്പവും ആ മാറിടമൊക്കെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ മാറ്റി നല്ല ഷേപ്പ് ആക്കി നിർത്താനായിട്ട് ഈ ഒരു ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക. അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാറിടം കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മുടെ മാറിടത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മസിൽസ് അല്ല, അതായത് അവിടുത്തെ ഫാറ്റാണ് നമ്മുടെ മാറിടം വലിപ്പം കൂട്ടി നിർത്തുന്നത്. അവിടെ നമുക്ക് മസിൽസോ ഭാഗത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാറിടത്തിൻ്റെ വലിപ്പത്തെ കൂട്ടി നിർത്തുന്നത് ആ ഒരു ഏരിയയിലെ ഫാറ്റാണ്. ആ ഒരു ഏരിയയിലെ ഫാറ്റിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ മാറിടം കൂടുതലായിട്ട് വലിപ്പം വെച്ച് നിൽക്കുന്നത്. ചില ആൾക്കാർക്കാണെങ്കിൽ പ്രസവത്തിന് ശേഷമാണ് കൂടുതലായിട്ട് മാറിടം കൂടുതലായി കണ്ടുവരുന്നത്. അതായത് അവരുടെ ഹോർമോൺ ചേഞ്ചസ് മൂലവും അവരുടെ ശരീരത്തിൽ കുറച്ചൊക്കെ ഫാറ്റൊക്കെ ചെല്ലുന്നത് കൊണ്ടും ഒക്കെയാണ് മാറിടം കൂടുതലായിട്ട് ഇൻക്രീസ് ആയിട്ട് നിൽക്കുന്നത്. ചില കുട്ടികൾ, അതായത് ഒരു 16-15 വയസ്സിനിടയിലുള്ള കുട്ടികളിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതായത് അവരുടെ ശരീരത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ഫാറ്റ് ഉള്ളത് കൊണ്ടാണ് അവരുടെ മാറിടം വലിപ്പം വെച്ച് നിൽക്കുന്നത്. 15 വയസ്സിടയിലുള്ള കുട്ടികൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അവരുടെ മാറിടമൊക്കെ വലിപ്പമൊക്കെ വെച്ച് വളരെയധികം ബോറായിട്ട് അവർക്ക് തന്നെ തോന്നാറുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്ത്, അതായത് 16 വയസ്സിലൊക്കെ അവരുടെ ശരീരത്തിനെക്കാട്ടിലും ഇരട്ടി ഹോർമോൺസ്, അതായത് ഹോർമോൺസും ഫാറ്റും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരുടെ മാറിടം വലിപ്പം കൂട്ടി നിൽക്കാനായിട്ടുള്ള മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാറിടം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ് ചെല്ലുന്നത്. നമ്മുടെ ചില ആഹാരം നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം എഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും. ഇത് ഇതിനകത്തും കൂടുതലും ഓവർ ഫാറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പിന്നെയും ഹോർമോൺസ് കൂടുകയും ആ ഒരു ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് നമ്മുടെ മാറിടം കൂടുതലായിട്ട് വലിപ്പമൊക്കെ വെക്കുകയും പിന്നെ നമ്മുടെ മാറിടം മാത്രമല്ല ചില ആൾക്കാരിലാണ് ശരീരത്തിൻ്റെ പല ഏരിയയിലും ഒക്കെ വലിപ്പമൊക്കെ വെക്കാനായിട്ടുള്ള ഇടയാവാറുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗും ചിക്കനും ഒക്കെ ഒരു കൺട്രോൾ വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. പക്ഷെ എന്നാൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അമിതമായാൽ അമൃതവും വിഷമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിക്കുക. നിങ്ങൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കുക.
അമിതമായി കഴിക്കാതെ ഇരിക്കുക. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യായാമം വേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എന്നാൽ ഓവർ വ്യായാമം അല്ല, മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുക. ഞാനൊരു നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാരണം അത് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷം സിസേറിയൻ ആണെങ്കിലും 3 മാസത്തിന് ശേഷം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ചെയ്യാം. നിങ്ങളുടെ ആ ഒരു തൂങ്ങിയ മാറിടമൊക്കെ നല്ല ഷേപ്പ് ആക്കി നിർത്താനൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന വ്യായാമത്തിൽ സാധിക്കും. അതിന് ഞാൻ താഴെ കൊടുത്തിരിക്കാം, ഉറപ്പായും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. താഴെ നോക്കൂ, അവിടെ കണ്ടില്ല എങ്കിൽ ഞാൻ അതൊരു കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഉറപ്പായും നിങ്ങൾ ആ ഒരു വ്യായാമം കണ്ടു നോക്കൂ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമിതമായിട്ടുള്ള ഡിപ്രഷർ കാരണം നമ്മുടെ ശരീരത്തേക്ക് ഹോർമോൺസ് കൂടാനായിട്ടുള്ള ഇടയാവാറുണ്ട്. നമ്മൾ മനസ്സിനെ ശാന്തപ്പെടുത്തുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഡിപ്രഷർ കുറയുന്നത് കൊണ്ടുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഹോർമോൺസ് കറക്റ്റായി ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ അമിതമായിട്ട് വെയിറ്റ് പൊക്കുന്നത്, നമ്മളിപ്പോൾ സ്ത്രീകളാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അമിതമായി വെയിറ്റ് പൊക്കുന്നതൊക്കെ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പണ്ടുള്ള സ്ത്രീകളെ പോലെയല്ലോ നമ്മൾ ഇന്നത്തെ ആഹാര രീതിയിലുമൊക്കെ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ടുമൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഹോർമോൺ ചേഞ്ചസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇങ്ങനെ പൊക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് പൊക്കുക. പക്ഷേ അമിതമായി നമ്മൾ ഭാരം ഉയർത്തുന്നതും നമ്മുടെ മാറിടത്തിൻ്റെ ആ ഒരു വലിപ്പത്തെ കൂട്ടാനൊക്കെ ഇടയാവാറുണ്ട്. കാരണം ആ ഒരു ഏരിയയിലെ മസിൽസ് ലൂസാവും. അതുകൊണ്ടാണ് ആ മാറിടം ടൈറ്റ് ആവാതെ ലൂസായി നിൽക്കുകയും വലിപ്പം കൂട്ടി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ഉയർത്താതിരിക്കുക. പക്ഷേ എന്നാൽ അതായത് നമ്മൾ ബക്കറ്റൊക്കെ പൊക്കാറില്ലയോ ഇങ്ങനെ താഴെ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന വർക്കൗട്ട് നമ്മൾ ഈ ബക്കറ്റ് പൊക്കുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളേക്കും ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഇപ്പം ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യാറുണ്ടല്ലോ, അത് വേറെ ഇത് വേറെ, രണ്ടും രണ്ട് ഇതാണ്. കാരണം നമ്മൾ വീട്ടിലെടുക്കുന്ന ഭാരം ഉയർത്തുന്നത് ചില ആൾക്കാരിലെ മാറിടത്തിൻ്റെ ആ ഒരു ലൂസാക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ശരീരത്ത് കുറയാനായിട്ട് പാടില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം വേണം. അത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ അനാവശ്യ ഫാറ്റിനെ യൂറിനിലൂടെ പുറന്തള്ളി കളയാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മുതിരയിട്ട വെള്ളം കുടിക്കാം, മല്ലിയിട്ട വെള്ളം കുടിക്കാം. നിങ്ങൾ മുതിരയിട്ട വെള്ളവും മല്ലിയിട്ട വെള്ളവും ജീരകം ഇട്ട വെള്ളവും ഒക്കെ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് യൂറിനിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഇടയാകും. അതിലൂടെ ആ ഒരു ഫാറ്റൊക്കെ പുറന്തള്ളി പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാറിടത്തിൻ്റെ ഏരിയയിൽ ഫാറ്റൊക്കെ കുറയുകയും അതുമൂലം നമ്മുടെ മാറിടം ഷേപ്പാക്കി നിർത്താനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാൻ ആ പറഞ്ഞ വ്യായാമം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതും കൂടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മാറിടം വളരെ പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി നിർത്താനും മാറിടത്തിൻ്റെ വലിപ്പമൊക്കെ കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ ഉള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മാറിടത്തിൻ്റെ വലിപ്പത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മാറിടം വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറയുന്നതാണ്. ഞാൻ ആ പറഞ്ഞ വ്യായാമവും നിങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രം നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും കാണാനായിട്ട് പാടില്ല. നമ്മളിത് കുറേയധികം ദിവസം കേടുകൂടാതെ നമുക്ക് ഈ ഒരു ക്രീം ഇരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പാത്രം നല്ലതുപോലെ ഡ്രൈ ആയി ഇരിക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇതെന്ന് വെച്ചാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മുടെ മാറിടത്തെ ഷേപ്പാക്കാനും മാറിടത്തിൻ്റെ ആ ഒരു ഫാറ്റിനെയൊക്കെ കുറയ്ക്കാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് നമ്മുടെ ഒലിവ് ഓയിലിൽ നിന്ന്. നമ്മൾ ഒലിവ് ഓയിൽ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഒലിവ് ഓയിൽ നമുക്കിപ്പം പലതരം കമ്പനിയുടെ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ചില ഒലിവ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടും ഗ്രീൻ കളറിലേ ഉണ്ട്, ചിലത് വൈറ്റ് കളറിലേ ഉണ്ട്. ഏതായാലും നിങ്ങളുടെ ഏത് കിട്ടുന്നോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഒലിവ് ഓയിൽ എടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, കാരണം ഒലിവ് ഓയിലിൻ്റെ അളവ് എല്ലാവർക്കും അറിയാമല്ലോ, അത്രയും തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ.
ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനെ നല്ലതുപോലെ മസാജിലൂടെ നമുക്ക് ടൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ആൽമണ്ട് ഓയിലിൽ നിന്ന്. ഞാനിവിടെ ആൽമണ്ട് ഓയിൽ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ആൽമണ്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ അതിന് പകരം നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് നിങ്ങളുടെ വീട്ടിലുള്ള അലവേറ ജെല്ലാണെങ്കിൽ അതെടുക്കാം, അല്ലാതെ പുറത്തുനിന്ന് മേടിക്കുന്ന അലവേറ ജെല്ലാണെങ്കിലും അതെടുക്കാം. ജെല്ലിൻ്റെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണാണ് അലവേറ ജെല്ല് നമ്മൾ എടുക്കേണ്ടത്. അലവേറ ജെല്ല് നമ്മുടെ ആ ഒരു ഏരിയയിലെ സ്കിൻ ടൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് അലവേറ ജെല്ലിൽ നിന്ന്. അങ്ങനെ അലവേറ ജെല്ല് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് പൊട്ടറ്റോയുടെ ജ്യൂസാണ്. പൊട്ടറ്റോയുടെ ജ്യൂസ് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കാനും കൂടാതെ തന്നെ നമ്മുടെ മസിൽസ് വലിയുന്ന സമയത്ത് ചെറിയ ചെറിയ വര പോലെ വിടാറില്ലയോ അതൊക്കെ മാറ്റാനൊക്കെ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസിൽ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു മാറിൻ്റെ സ്കിന്നിനെ നല്ലതുപോലെ നിറം കൂട്ടാനും ആ ഒരു ഏരിയ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കും. നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസും ഒക്കെ ചേർത്തതിന് ശേഷം ഒരു ക്രീം പരുവത്തിലായി മാറിയത് നിങ്ങൾ കണ്ടല്ലോ. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. ഇതും വെറും വാക്ക് പറയുകയല്ല, പലർക്കും റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന്. ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക്. ഞാൻ ആ ഒരു പറഞ്ഞ വ്യായാമം കൂടി നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ആ ഒരു കാര്യവും ഇതും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാറിടം എത്ര തൂങ്ങിയതും ഷേപ്പ് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആയിട്ട് വിട്ടാൽ മതി. കാരണം മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലെ മസിൽസൊക്കെ ടൈറ്റ് ആവാനായിട്ടൊക്കെ എളുപ്പം സഹായിക്കും. ഞാൻ തേക്കുന്നുണ്ടോ റൗണ്ടിലാണ് നമ്മൾ ആ ഒരു മാറിൻ്റെ ഏരിയയിൽ തേക്കേണ്ടത്. ഇതേപോലെ റൗണ്ടിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ ഈ ഒരു ക്രീം തേച്ച് കൊടുക്കണം. ഇത് തുടയ്ക്കാൻ പാടില്ല. അതൊരു ദിവസം മുഴുവൻ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇരിക്കുന്നത് നല്ലതാണ്. നിങ്ങളിത് അതിന് ശേഷം കുളിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ആ ഒരു ഏരിയയിലെ ഫാറ്റിനെ കുറയ്ക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞ ആ ഒരു വ്യായാമം കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു ക്രീം തയ്യാറാക്കി ുള്ളത് കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാറിടത്തിൻ്റെ വലിപ്പത്തെ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ ക്രീം നിങ്ങൾക്ക് രാത്രിയിൽ പുരട്ടാം, പകൽ പുരട്ടാം, എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു ക്രീം പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് കൊടുക്കുക. അതായത് ക്ലോക്ക് വൈസ് രീതിയിലും ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലും, അതായത് ഇങ്ങനെ ചെറുതായിട്ട് തടയി കൊടുക്കുക, തിരിച്ചും അതേപോലെ തടയി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 2 മിനിറ്റ് തടയി കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഏരിയ ഫ്രീ ആക്കി വിടുക. ആ ക്രീം തുടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അത് അതിനകത്ത് അത് ഇരിക്കട്ടെ. അത് ഇരുന്ന് നിങ്ങളുടെ ആ ഒരു മാറിടത്തിലേക്കൊക്കെ പിടിച്ച് മാറിടം നല്ലതുപോലെ കുറയ്ക്കാനായിട്ട് ആ ഒരു ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ആ പറഞ്ഞ വ്യായാമത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെറും 1 മാസത്തിനുള്ളിൽ എത്ര തൂങ്ങിയ മാറിടവും ഷേപ്പ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ചെയ്തു നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാൻ മറക്കരുത്. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.